കൊടിത്തൂവ അഥവാ ചൊറിയണം. ഈ ചെടി കൊണ്ട് തോരൻ, തേങ്ങ അരച്ച കറി, മലപ്പുറംകാർ പെട്ടെന്നുണ്ടാക്കാൻ വേണ്ടി താളിപ്പാണ് ഉണ്ടാക്കാറ്. അവർക്കത് സ്പെഷ്യലാണ് താളിപ്പ് എന്ന് പറഞ്ഞാൽ. അതായത് അധികം ചിലവില്ല, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെയുള്ളൊരു താളിപ്പാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. മലപ്പുറത്തെ സ്പെഷ്യൽ താളിപ്പ് കൊടിത്തൂവ കൊണ്ട്. അതിന് അത് നല്ല രസമാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ. നല്ല ഔഷധമുള്ള സസ്യമാണ്. അനീമിയ, വാതം, തലവേദന, ആസ്മ, തടി കുറയ്ക്കാൻ, ആർത്തവ സംബന്ധമായ അസുഖത്തിന്, അലർജിക്ക്, നീർക്കെട്ടിന്, കൊളസ്ട്രോളിനൊക്കെ നല്ലൊരു ഔഷധമാണിത്. ഇത് നമ്മൾ ശ്രദ്ധിക്കാതെ വലിച്ചെറിച്ച് പറിച്ച് കളയുന്നതാണ്. പക്ഷേ ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കിക്കോളൂ. നല്ല രസമാണ്, നല്ല മയമാണിത്. അപ്പോൾ ഇത് എല്ലാവരും ഗ്ലൗസ് ഇട്ടിട്ട് പറിച്ചാൽ മതി. കാരണം അത് മേൽ തട്ടിയ ചൊറിയും. ഗ്ലൗസ് ഇല്ലാത്തവർ പ്ലാസ്റ്റിക് കവർ ഇട്ടിട്ട് പറിച്ചെടുക്കുക. അപ്പോൾ ഞാൻ 10 ചെടി പറിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 5 ചുള ചെറിയ ഉള്ളി, 5 കാന്താരി, ആവശ്യത്തിന് ഉപ്പ്, 2 ഇതൾ കറിവേപ്പില, ഒരു ഗ്ലാസ്സാണ് ഞാൻ കഞ്ഞിവെള്ളം എടുത്തുള്ളത്. ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളം. 2 നേരമായി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ വെള്ളമായിരിക്കും നല്ലത്. കാരണം കഞ്ഞിവെള്ളം പുളിക്കും. പക്ഷേ കഞ്ഞിവെള്ളം നല്ല തവിടുള്ള അരിയുടെ കട്ടിയുള്ള കഞ്ഞിവെള്ളം എടുക്കുകയാണെങ്കിൽ നല്ല സൂപ്പറാണ്. ഇനി ഉണ്ടാക്കുന്ന രീതി. ഇത് വളരെ ചിലവ് കുറഞ്ഞതാണ്, വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതാണ്. അത് നമ്മൾ പറയില്ലേ, ചീപ്പ് ആൻഡ് ബെസ്റ്റ് എന്ന് പറയില്ലേ. അപ്പോൾ നല്ല സൂപ്പറാണ്. ഇത് ഞാൻ മൺചട്ടിയിലാണ് ഇട്ടത്. നിങ്ങൾ ചീനച്ചട്ടിയിലെങ്കിലും ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ, അതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞിട്ടത്, പച്ചമുളകും അരിഞ്ഞിട്ടത്, കറിവേപ്പിലയും കൂടി നന്നായി വഴറ്റുക. ബ്രൗൺ ആവാൻ നിൽക്കരുത്, കാരണം ഇത് ബ്രൗൺ ആയിട്ട് തളിക്കേണ്ടതല്ല. വഴറ്റിയാൽ മതി. നല്ലപോലെ വഴറ്റിയതിന് ശേഷം അതിലേക്ക് ഈ കഞ്ഞിവെള്ളം, ഈ കട്ടിയുള്ള നല്ല തവിടുള്ള അരിയുടെ, പുഴുക്കലരിയുടെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. ആ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ചിലർ ആദ്യം തന്നെ ഇല വഴറ്റാറുണ്ട്. അത് നിങ്ങളുടെ ചോയ്സ്. അല്ലെങ്കിൽ അവസാനം കഞ്ഞിവെള്ളത്തിൽ ഉപ്പിട്ട് പച്ചമുളക് ഇട്ട് കഞ്ഞിവെള്ളം തിളപ്പിച്ചതിന് ശേഷം ഇല അരിഞ്ഞത് ഇടാറുണ്ട്. അത് ഓരോരുത്തരുടെ, അത് എന്തായാലും രസം തന്നെയാണ്. അങ്ങനെയാക്കിയതിന് ശേഷം ഞാൻ ആദ്യം കഞ്ഞിവെള്ളം ഒഴിച്ചു, അതിലേക്ക് ഇലയിട്ടു. പിന്നെ തിളയ്ക്കുന്നത് വരെ ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് തിളച്ചു. ഒരു 2 മിനിറ്റ് മതി തിളയ്ക്കാൻ. ഈ ഇല പെട്ടെന്ന് തിളച്ച് കിട്ടും, വെന്ത് കിട്ടും. നല്ല മയമാണ്, നല്ല രുചിയാണ്. ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിന് ചൊറിയൊന്നുമില്ല. കഴുകി കളഞ്ഞാൽ തന്നെ ഇതൊന്ന് പറിച്ചിട്ട് കഴുകുമ്പോൾ തന്നെ ചൊറിയില്ല. ഇനി അരിയുന്നവരാണെങ്കിൽ ഗ്ലൗസ് ഇട്ട് അരിയുക, അല്ലെങ്കിൽ വെളിച്ചെണ്ണ പുരട്ടിയിട്ട് അരിയുക എന്നുള്ളതാണ്. ചിലർ ചൂടുവെള്ളം ഒഴിച്ചിട്ട് കഴുകാറുണ്ട്, പക്ഷേ അതിൻ്റെ ടേസ്റ്റ് കുറയും. അപ്പോൾ ഞാൻ പച്ചവെള്ളം ഒഴിച്ചിട്ട് ഞാൻ കഴുകിയത്. അപ്പോൾ അങ്ങനെ നല്ല രസമാണ്. ഇങ്ങനെയുള്ള രോഗത്തിനുള്ള ഔഷധമാണ്. നമ്മളിത് അവഗണിച്ച് പോവുകയാണ്, ശ്രദ്ധിക്കാതെ പോവുകയാണ്. ഇത് പെട്ടെന്ന് ഇവിടെ മലപ്പുറത്തുകാർ പെട്ടെന്ന് എല്ലാ ഇലകളും അവർ താളിപ്പായിട്ട്, മിക്കവാറും ചില ഇലകളൊക്കെ അവർ താളിപ്പായിട്ട് ഉപയോഗിക്കാറുണ്ട്. വളരെ ചിലവ് കുറഞ്ഞതാണ്, പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. ചോറിലേക്ക് കൂട്ടി കഴിക്കാനും നല്ല രസമാണ്. അപ്പോൾ ഒന്ന് ശ്രമിച്ച് നോക്കൂ. പിന്നെ ഔഷധമാണല്ലോ, അപ്പോൾ പിന്നെ നമുക്ക് ഇതെന്തിനാണ് അവഗണിക്കുന്നത്?